കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണം തടസ്സപ്പെട്ടിട്ട് 10 മാസമായി. ഹൈക്കോടതി നിർമ്മാണം തുടരാൻ അനുമതി നൽകിയിട്ടും ചീഫ് സെക്രട്ടറി തീരുമാനം വൈകുന്നതാണ് നിർമ്മാണം നീണ്ടുപോകാൻ കാരണം. അടിസ്ഥാനപരമായി ഭൂമിയുടെ സ്റ്റാറ്റസ് കൃത്യമായി നിർണയിച്ച് അതിനാവശ്യമായ രേഖകൾ സഹിതം ജില്ലാ കളക്ടർ സമിതിയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വച്ചു എന്ന് പറയുന്ന സമിതി ഒരു തട്ടിപ്പാണ്. അദ്ദേഹത്തിന് ചെയ്തു തരാതിരിക്കാനുള്ള ഒരു ഭരണകൂട കുതന്ത്രം എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി കൊടുക്കേണ്ടുന്ന തഹസീൽദാർ അടക്കമുള്ള ഈ കളക്ടർ അടക്കമുള്ള സകല റവന്യൂ രേഖകളുടെ പിൻബലത്തോടെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അത് മാത്രം മതി ഭരണകൂടത്തിന് ചെയ്യാനാണെങ്കിൽ ചെയ്യാൻ. അതുകൊണ്ട് തടസ്സമാവില്ല. ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് അവിടെ ടോള് പിരിക്കണമെങ്കിലൊക്കെ ഈ റോഡ് പൂർത്തിയാകാതെ പറ്റില്ലല്ലോ. വീതിയിൽ റോഡ് പൂർത്തിയാകാതെ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റിന് പരിഹരിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഇതുപോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പണം മുടക്കേണ്ടി വന്നാൽ ഗവൺമെൻറ് മുടക്കാൻ തയ്യാറാകണം. ഇതുപോലെ 10,000 സഞ്ചരിക്കുന്ന റോഡ് അപകടാവസ്ഥയിലാവുക, നമുക്കിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, നല്ല ആശുപത്രികളില്ല, അതുപോലെ എല്ലാം ആളുകൾ ആശ്രയിക്കുന്ന ഈ റോഡാണല്ലോ. വിനോദസഞ്ചാരികളാണെങ്കിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുള്ള ഒരുപാട് പേര് വരുന്നു. അപകടരഹിതമായി സഞ്ചരിക്കാൻ ഇതിനെ എന്ത് ത്യാഗം സഹിച്ചു അത് ചെയ്തേ പറ്റൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. വിവരങ്ങളുമായി ജെയിൻ എസ് രാജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. വളരെ നാളായി കോടതി പറഞ്ഞിട്ടും ഈ പണി പുരോഗമിക്കുന്നില്ല. ഇനി പുതിയ സർക്കാരിലൊരു പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഇവർ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? എന്താണ് നിലവിൽ സ്ഥിതി? എന്തുകൊണ്ടാണ് ഈ പണി നടക്കാത്തത്? മോത്തി, ഈ റോഡിൻ്റെ ഒരു വശത്ത് വനമേഖലയാണ്. ആ വനമേഖലയുമായി ബന്ധപ്പെട്ട തർക്കമാണ്. റോഡ് സംരക്ഷണ സമിതിയും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പും പറയുന്നു ഈ റോഡിൻ്റെ ഏതാണ്ട് 100 അടി എന്ന് പറയുന്ന ഭാഗം അത് റവന്യൂ ഭൂമിയാണെന്നും, എന്നാൽ വനം വകുപ്പ് പറയുന്നു അത് ഇടിയറ റിസർവ്, മലയാറ്റൂർ ഇടിയറ റിസർവിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് തർക്കം. ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇത് വനമേഖലയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇത് സ്റ്റേ ചെയ്തത്. അതിനുശേഷം ചീഫ് സെക്രട്ടറി ഇടപെടുകയും സത്യവാങ്മൂലം തിരുത്തി പുതിയൊരു സത്യവാങ്മൂലം നൽകുകയും ചെയ്തു. അതിനുശേഷം കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ഇത് വനഭൂമിയല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്കുമായി മുന്നോട്ട് പൊക്കോളൂ, അതല്ല ഇത് വനഭൂമിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി ഇതിനകത്ത് തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ 10 മാസമായിട്ട് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർണ്ണമായും തടസ്സപ്പെട്ട് കിടക്കുകയാണ്. നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗം 14 കിലോമീറ്ററാണ്. ആ ഭാഗത്താണ് ഈ പ്രശ്നമുള്ളത്. കഴിഞ്ഞ മഴക്കാലത്ത് അടക്കം അവിടെ നിന്ന് ഈ ഒരു ഭാഗം ഇടിക്കുകയും മരങ്ങൾ കുറേയൊക്കെ വെട്ടിമാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അവിടെ മരങ്ങൾ വീഴാറായ അവസ്ഥയിൽ, മഴക്കാലമാണ് വരാൻ പോകുന്നത്, അവിടെ മരങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നു. ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. കരാറ് കമ്പനി അവർക്ക് അനുവദിച്ച സ്ഥലത്ത് ടാർ ചെയ്ത് പോവുകയും ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അടിമാലിയിൽ എത്തുകയും ഈ സമരസമിതിക്കടക്കം വലിയ ഉറപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം ഉടൻ പരിഹരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉറപ്പ്. ആ ഉറപ്പ് പാലിക്കണം എന്നുള്ളതാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ വീണ്ടും വലിയ സമരത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്തായാലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊരു തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഒരു സൈഡ് ഇപ്പോൾ കാടും പള്ളയും ഒക്കെ ചേർന്ന് വലിയ ഒരു കുഴിയുണ്ട്. അതായത് ഓട നിർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കുഴികളൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. പാതി നിർമ്മാണം, കമ്പികളടക്കം അവിടെ അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം നിർമ്മാണം പാതി വഴിക്കാണ്. അപ്പം ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിനും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന കമ്പികളടക്കം പുറത്ത് കാണാവുന്ന സ്ഥിതിയിലാണ്. അപ്പം മഴക്കാലം എത്തുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കണം. പരിഹരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം ആ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മരങ്ങൾ കടപുഴകി വീണ് ജീവഹാനി സംഭവിക്കുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ, അടിയന്തര ഇടപെടൽ സമരസമിതിയും പ്രദേശവാസികളും പ്രതീക്ഷിക്കുന്നത്. മോത്തി.